വിറച്ചിട്ട് പോയി കേട്ടോ. ഇപ്പം മഞ്ഞിൻ്റെയോടൊപ്പം തന്നെ നല്ല ശക്തമായ കാറ്റെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റ്. ആഴ്ചയില് മൈ ഗോഡ് കരടി ആഴ്ചയിൽ 1-2 ദിവസം ഉണ്ടാവുന്നതാണോ? ഉണ്ടാവും. രാത്രി അങ്ങനെ ഉണ്ടെങ്കിൽ വിളിക്കാം ചേട്ടനെ. ஹாய், வெல்கம் பேக் டு ஷபரி த ட்ராவலர். ஷபரி വർക്കലയാണ്. ഹായ് തമിഴ് നண்பர்கள், எப்படி இருக்கீங்க? எல்லாரும் நல்லா இருக்கீங்களா? ഇന്നിപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ ഒരു ഹിൻഡ് കിട്ടി കാണുമല്ലോ. എൻ്റെ ലൈഫിൽ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എന്ന് പറയാം. നമ്മൾ യാത്രയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെക്കാളും സന്തോഷം ഇത് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല സബ്സ്ക്രൈബേഴ്സിനും ആവും. കാരണം ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നതെന്ന് പറയാം, നമ്മളിപ്പോൾ റിവീൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. വളരെ കാലത്തെ ഒരു സ്വപ്നം. നമ്മൾ വണ്ടി ഒന്ന് മാറ്റിയിരിക്കുകയാണ്. നമ്മളെ പഴയ ഞാനും എൻ്റെ എറ്റ്യൂസിനും പകരം നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്തെന്ന് പറയാം. നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിരിക്കുകയാണ്. ഡസ്റ്റർ ആണ് എടുത്തിരിക്കുന്നത്, റെനോൾട്ടിൻ്റെ ഡസ്റ്റർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. നിങ്ങൾക്കൊന്ന് വണ്ടി കാണണ്ടേ? ഓക്കെ, നമുക്ക് വണ്ടി ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ വളരെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഒരു 4x4 കേട്ടോ. കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു 4x4. ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ പെട്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു 4x4 വണ്ടി നോക്കിയതാണ് ഒടുവിൽ ഡസ്റ്ററിലെത്തിയത്. ഇത് ഒരു ഡോക്ടർ ഉപയോഗിച്ചിരുന്നതാണ്, അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം. നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടി കണ്ടപ്പോൾ തന്നെ ഉടനെ അങ്ങ് എടുത്തു. ഡസ്റ്ററിൻ്റെ 4x4 വണ്ടി ഉണ്ടോ എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് കേട്ടോ. ഡസ്റ്ററിൻ്റെ 4x4 ഉണ്ട്, ഭയങ്കര റെയർ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. യെസ്, അപ്പോൾ ഇനി എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ എന്ന് പറയുന്നത് ഇന്നലെ എസ്റ്റർഡേ ഉണ്ടായ ഒരു സർപ്രൈസ് ആണ് കേട്ടോ. കാരണം വണ്ടി എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വണ്ടി എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂരുള്ള ഡസ്റ്ററിൻ്റെ ഷോറൂമിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അന്ന് 10th ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അവർ എനിക്കൊരു സർപ്രൈസ് തന്നു. കാരണം എന്നെക്കൊണ്ട് കേക്ക് കട്ടിപ്പിക്കുകയും അതുപോലെ തന്നെ എന്നെക്കൊണ്ട് വിളക്ക് കൊളുത്തിപ്പിക്കുകയും ചെയ്തു. യെസ്, അപ്പോൾ എൻ്റെ കൂടെ കേക്ക് മുറിച്ച് വിളക്ക് കൊളുത്തിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. പുള്ളിക്ക് എന്നെ അറിയാം കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് പുള്ളി ഞെട്ടിപ്പോയി. എന്നെ കാണാനായിട്ട് ഇരിക്കുന്നത്. എന്തിനാണ് തല്ലാനാണോ? എനിക്ക് കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ആണോ? ഞാൻ വീട്ടിലോടൊക്കെ പറയാറുണ്ട് ശബരി നമുക്കൊന്ന് മീറ്റ് ചെയ്യണം അങ്ങനെ. പിന്നെ അങ്ങനെ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളുടെ ആ പ്രോഗ്രാം. എന്തായാലും സന്തോഷം. ചേട്ടൻ്റെ പേര്? വത്സരാജ്. വത്സരാജ്. അതെ, ഫോട്ടോഗ്രാഫർ ആണെന്നോ? ഫോട്ടോഗ്രാഫറാണ്. പണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 25 കൊല്ലം മുമ്പ്. 25 കൊല്ലം? പാലക്കാട്. ഞാനൊന്നും ക്യാമറ കണ്ടിട്ട് വരില്ല. ഞാൻ അന്നത്തെ SLR കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അന്ന്. ഓക്കെ 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 ഓക്കെ. എനിക്ക് 2 സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ടാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത്. ഓക്കെ. ഇത് മകളാണ്? മൂത്ത മോളാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ കലാമണ്ഡലം BA കഴിഞ്ഞിരിക്കണം. ഓ, കലാമണ്ഡലം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, മകളെയും ആ ഒരു കലാഫീൽഡിലോട്ട് തന്നെ ചേർത്തു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം. എനിക്കൊരു ഞങ്ങൾക്കും അതെ, കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പ്രോഗ്രാം. അപ്പോൾ തുടർന്നും നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. തീർച്ചയായിട്ടും. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് നിഖിൽ. ഹായ് സാർ. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി ഡസ്റ്റർ നല്ല മോഡലാണ് സാറിന്. 110 മോഡലാണ് വരുന്നത്. 110 BHP മോഡലാണ് വരുന്നത്. ഓക്കെ. വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടത്തിയത്. പിന്നെ നിഖില് നമ്മുടെ അയൽക്കാരനാണോ? നൈബറാണ്, കുറുക്കഞ്ചേരിക്കാരനാണല്ലേ? കുറുക്കഞ്ചേരിയിൽ താമസിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഏത് പാതിരാത്രിയും വിളിക്കും കേട്ടോ. കാരണം കാട്ടിലും മേട്ടിലും ഒക്കെയാണ് പോണത്. അപ്പോൾ രാത്രിയാണെങ്കിലും ഞാൻ വിളിക്കും. ഓക്കെ. യെസ്, എൻ്റെ 10 വർഷത്തെ സ്വപ്നം ഒരു 10 വർഷത്തെ കേക്ക് കട്ട് ചെയ്ത് ഇവിടെ നിർവഹിച്ചു എന്ന് പറയാം കേട്ടോ. അതിന് എന്നെ വിളിച്ചത് ഞാൻ ഞെട്ടിപ്പോയി. രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ കേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് വിളക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഞെട്ടിപ്പോയി. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി 10ാം വർഷത്തിൽ 10ാമത്തെ ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്ത് സ്വന്തമാക്കി എന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പോൾ എന്നെ വിളിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് സാർ, നമസ്കാരം. എൻ്റെ പേര് ജോൺ. ഓക്കെ. ഞാനിവിടെ കസ്റ്റമർ കെയർ മാനേജറാണ്. റെനോൻ്റെ ഡസ്റ്ററാണ് സാറിൻ്റെ വെഹിക്കിൾ. നല്ലൊരു ഫീഡ്ബാക്ക് ഉള്ളൊരു വണ്ടിയാണ്. സാറിന് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും സാറിന് വിളിക്കാം ഏത് ടൈമിലും. എൻ്റെ പേര് ജിൻസ് എന്നാണ്. ഞാനിവിടെ സർവീസ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് 10 ഇയർ ആയിട്ട് റെനോയിൽ വർക്ക് ചെയ്യുന്നതാണ്. കൂടാതെ റെനോ ഓണർ തന്നെയാണ്. റെനോൾട്ടിലുള്ള എല്ലാവരും റെനോ ആണല്ലോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരുടെയും വെഹിക്കിൾ? എല്ലാവരുടെയും ഡസ്റ്റർ വെഹിക്കിൾ
ഓടിച്ചിട്ടുള്ള എല്ലാവരും തന്നെ എടുക്കാനായിട്ട് താല്പര്യപ്പെടും. കാരണം അത്ര കംഫർട്ടാണ്. സോ ഇവിടുന്ന് നമ്മൾ അടുത്ത ഒരു യാത്ര അങ്ങോട്ട് പ്ലാൻ ചെയ്യുകയാണ്. എനിക്ക് മാത്രം ഗിഫ്റ്റ് കിട്ടിയാൽ പോരല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ടേ. സോ അതുകൊണ്ട് മലയാളവും തമിഴും കന്നഡയും സംസാരിക്കുന്ന ഒരു നാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ ഒരു യാത്രയുടെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് സർവീസൊക്കെ ചെയ്ത് വണ്ടി അങ്ങോട്ട് സെറ്റാക്കി ഇറക്കിയിരിക്കുന്നത്. സോ നമുക്ക് പതുക്കെ അങ്ങോട്ട് യാത്ര തുടരാം. എല്ലാ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ. ഓ, എനിക്ക് വയ്യ, എനിക്കൊരു ഗിഫ്റ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്യാമ്പിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഓക്കെ, യെസ്. അങ്ങനെ ഇന്ന് വന്നതിന് കുറേ ഉപയോഗങ്ങളുണ്ടായി. ഇതേ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി, ബൈ. യെസ് ഫ്രണ്ട്സ്, അടുത്ത ഒരു റീചാർജിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീചാർജ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ നിങ്ങളെ റീചാർജ് ചെയ്യിപ്പിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഒരു കിഡിലെ സ്പോട്ടിലാണ്. അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത ഒരു സ്പോട്ട്. നമ്മൾ കിന്നക്കോരയും മന്നവന്നൂരും മേഘമലയൊക്കെ പരിചയപ്പെടുത്തിയതുപോലെ പുതിയ ഒരു സ്പോട്ട് ഇതേ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അധികം ആൾക്കാർക്കൊന്നും അറിയപ്പെടാതെ എന്നാൽ പ്രകൃതി സൗന്ദര്യം വാരി വിതറിയ ഒരു സ്ഥലം. അപ്പോൾ ഇത്തരം കാഴ്ചകളാണ് എൻ്റെ ചാനലിൽ ഞാൻ കാണിക്കുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ബെല്ലൈക്കണോ ഓളും കൂടെ പ്രസ് ചെയ്തോളൂ. കാരണം ഊട്ടിയും കൊടൈക്കനാലും മൂന്നാറും വാഗമണ്ണും ഒക്കെ പോയി മടുത്തവർക്ക് ഈ ചാനൽ തരുന്നത് പുതിയൊരു അനുഭവമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തൃശ്ശൂർ ഗഡീസ്, നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്, തൃശ്ശൂരിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടു. അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. ഈ സ്ഥലം എവിടെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? തൃശ്ശൂർ ഗഡീസിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. യെസ്, നമ്മൾ ഉത്രാളിക്കാവിലേക്ക് നമ്മൾ നല്ല ഒരു മഴയത്ത് അങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. ആ, എന്താ ആംബിയൻസ് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഉത്രാളിക്കാവിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഉത്രാളിക്കാവിന് നമ്മളിവിടെ നിന്ന് ഒരു യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടിപൊളി ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഞാൻ ഒരു കിടിലം കാഴ്ച കാണിച്ചു തരാം. അതുകൊണ്ടോ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? യെസ്, എൻ്റെ ഒരു ഫേവറേറ്റ് ടെമ്പിളാണ് കേട്ടോ ഉത്രാളിക്കാവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പൂരവും വെടിക്കെട്ടും ഒക്കെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. സോ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നാടുകാണി ബോർഡറിലുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം. അധികം ആൾക്കാർക്കൊന്നും അറിയപ്പെടാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ലാത്തൊരു സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തെ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ചേരമ്പാടി എന്നാണ് കേട്ടോ. അധികം ആൾക്കാരൊന്നും കേട്ട് കാണത്തില്ല, പക്ഷേ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. നമ്മൾ വയനാട്, നാടുകാണി, തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ ഈ ഭാഗത്തുള്ളവർക്കൊന്നും അത്ര അറിയപ്പെടാത്തൊരു സ്ഥലമാണെന്ന് പറയാം. പിന്നെ കൂടാതെ നമ്മളെ ഡസ്റ്ററിനെ ഒന്ന് കാട് കാണിക്കണം, കുറച്ച് ആനയും കരടിയൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ട്രിപ്പ് പൊളിയായിരിക്കും എന്ന് വിചാരിക്കാം. കിടിലൻ ട്രിപ്പായിരിക്കും. അപ്പോൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു 2-3 എപ്പിസോഡുകൾ കാണും. ഓക്കെ, ഇന്നെൻ്റെ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് കേട്ടോ. എൻ്റെ ഫാമിലി ഉണ്ട്, അമ്മ, വൈഫ്, അതുപോലെ തന്നെ വൈഫിൻ്റെ ഫാമിലി, സിസ്റ്റർ, അച്ഛൻ, അമ്മ, ഇത്രയും പേരുണ്ട്. ഞങ്ങൾ 6 പേരുമായിട്ടാണ് പോകുന്നത്. ഓക്കെ, മഴയൊന്ന് തോർന്നു കേട്ടോ. മഴ ഇപ്പോഴാണെന്ന് ഇത്തിരി തോർന്നതെന്ന് പറയാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്ന ഒരു ആംബിയൻസ് കേട്ടോ. അതായത് ചുറ്റും വയലാണ്, വയലിൻ്റെ നടുക്കാണ് ഇങ്ങനൊരു ക്ഷേത്രം ഇരിക്കുന്നത്. പിന്നെ തൊട്ട് ഫ്രണ്ടിലൂടെ നമുക്ക് റോഡുണ്ട്, തൊട്ട് പുറകിലൂടെ നമുക്ക് റെയിൽപാതയുണ്ട്. അത് രണ്ടും ഈ ക്ഷേത്രത്തിന് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാമല്ലേ. ഉത്രാളിക്കാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരുന്നത് ഇവിടുത്തെ പൂരവും വേലയൊക്കെ തന്നെയാണ്. ഒരുപാട് പേര് ഉത്രാളിക്കാവിലെ പൂരം കാണാനായിട്ട് വരാറുണ്ട്. ഞാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. എത്ര വന്നാലും മതി വരാത്തൊരു ക്ഷേത്രമാണിത്. നമ്മളെപ്പോൾ ഇതുവഴി പോയാലും ഇതുവഴി പാസ് ചെയ്താലും ഇവിടെ കയറും. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്താണ് ഈ ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ ഹൈവേയുടെ പരിസരത്താണ്. യെസ്, അപ്പോൾ ഉത്രാളിക്കാവിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് വെച്ച് പിടിക്കാം, നാടുകാണി ചെന്നിട്ട് കാണാം. There's a distance between us. It's getting hard to reach out. Haven't seen you in seasons, but all I hear is your voice.
you can break me down, but I'll stay till the finish line. And I've been counting. ഹലോ, ഇത് എങ്ങനെയുണ്ട്? എൻ്റെ ചുറ്റും കണ്ടോ, ക്ലൈമറ്റ് കണ്ടോ, പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഒന്ന് റീചാർജ് ആയതേട്ടോ. ഇവിടെ മേലെ ഇങ്ങനെ അവാർഡ് കണക്കാണ് വന്നത്. കാരണം റോഡൊക്കെ കംപ്ലീറ്റ് മോശമായിരുന്നു. മഴ പെയ്താൽ പിന്നെ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ റോഡുകൾ പറയേണ്ട അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നിലമ്പൂർ ഇങ്ങോട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ വഴിക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ പൊളി ക്ലൈമറ്റ് ആയെന്ന് പറയാം. ഇപ്പോൾ ഇത് ഫുള്ളും ചുറ്റും കോടയാണ് കേട്ടോ. എൻ്റെ ചുറ്റും കോടയാണ്. കോടയിൽ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആട്ടോ. ഇത് കാണുമ്പോൾ എനിക്കൊന്ന് നിങ്ങളൊന്ന് റീചാർജ് ആയിക്കൊണ്ടല്ലേ. ഞാനും ഇത്രയും നേരം ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഡ്രൈവ് ചെയ്ത് വരെയായിരുന്നു. ഇപ്പോഴാണൊന്ന് റീചാർജ് ചെയ്തത്, ഒന്ന് എനർജി കയറി. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് വീട്ടിലിരിക്കാൻ തോന്നേ. നാടുകാണിയിൽ എപ്പോൾ വന്നാലും ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഞാൻ വരുമ്പോഴൊക്കെ കാണുന്നത്. ഞാൻ കൂടുതലും മഴ സമയത്താണ് കേട്ടോ. മഴയത്ത് നാടുകാണി വഴി എൻ്റെ ഒരു ഡ്രൈവ് പതിവാണ് എല്ലാ വർഷവും. ഈവൻ പ്രളയം ഉണ്ടാകുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പിറ്റേന്നാണ് പ്രളയം ഉണ്ടായത്. ഇനി ട്രോളണ്ട, അത് സത്യമായിരുന്നു. നമ്മൾ ഓവാലിയിൽ നിന്ന് പോയി നെക്സ്റ്റ് ഡേ ആണ് ഇവിടെ പ്രളയം ഉണ്ടായത്. അതൊക്കെ 2 വർഷം മുന്നേ കേട്ടോ. അപ്പോൾ എഗെയിൻ വീണ്ടും നമ്മുടെ നാടുകാണിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡൊക്കെ ഒന്ന് കൂളായി. അപ്പം ഞാൻ പറഞ്ഞ് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് കോട അങ്ങോട്ട് വാരി വിതറാൻ പോവുകയാണ്. ഓക്കെ, കണ്ടുപോയിക്കോ. അപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ട് ചലിക്കുകയാണ്. കാരണം വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്ഥിരം ആനയുള്ള പ്രദേശമാണ്. അപ്പോൾ രാത്രിക്ക് മുന്നേ അവിടെ എത്തണമെന്ന് പറഞ്ഞു. സോ നമ്മൾ പതുക്കെ അങ്ങോട്ട് എസ്കേപ്പ് ആവുകയാണ്. ഓക്കെ, നമ്മളെ നാടുകാണി ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ നമുക്ക് ഇ പാസ് എടുത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇ പാസ് എടുത്ത് വയ്ക്കുക, ഡബിൾ ഡോസ് വാക്സിൻ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ അകത്തേക്ക് പോകാമെന്ന് പറയാം. എൻ്റെ അമ്മോ, നാടുകാണി കഴിഞ്ഞ് നമ്മളെ ബത്തേരി റൂട്ടിലോട്ട് തിരിഞ്ഞതും കണ്ടോ, കാഴ്ച കണ്ടോ? ഇവിടേക്ക് നോക്കി, വേറൊരു ലെവലല്ലേ. ശരിക്കും മഴ പെയ്യുമ്പോൾ നാടുകാണിയിലോട്ട് വരുന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതുവഴി ഡ്രൈവ് ചെയ്യുന്നത്. അധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ, ഇന്ന് വലിയ റഷൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. യെസ്, ആഫ്റ്റർ എ ലോങ് ഡ്രൈവ് ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പോവുകയാണ്. അധികം ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത ഒരു കൂൾ ഏരിയ ആണ്, ഒരു ചില്ലാവാൻ പറ്റിയ ഏരിയയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അവിടെ നിന്നാണ് ചേരമ്പാടി എന്ന് പറയുന്ന ബംഗ്ലാവ് ഉള്ളത്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അടിപൊളി സ്ഥലമായിരിക്കും. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന് പറയാം. കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ പുതിയൊരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിൻ്റെ ഒരു ഫീൽ വേറെയാണല്ലോ.
എല്ലാവർക്കും മൂന്നാറും വാഗമണ്ണൊക്കെ പോകുമ്പോൾ ഒരു ഫീലാണ്. പക്ഷെ എനിക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരു ഹാപ്പിനെസ്സാണ്. കാരണം അത് നമ്മുടെ മുന്നിൽ തുറക്കുന്നത് പുതിയൊരു ലോകമാണ്, നമ്മൾ ഇന്ന് വരെ കാണാത്ത പുതിയൊരു ലോകമാണ്. അപ്പോൾ അത്തരം ഒരു ലോകം നിങ്ങൾക്ക് മുന്നിലേക്ക് തുറക്കാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആ ലോകത്തേക്ക് കയറാൻ പോവുകയാണ്. ജസ്റ്റ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അപ്പോൾ വണ്ടി നിർത്തിയതാണ്. അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. നാടുകാണി എന്ന് വരുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് അവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്ന് പറഞ്ഞ്, ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോർഡുണ്ട്. അതുപോലെ തന്നെ വിൻവർത്ത് ബംഗ്ലാവ് എന്നും പറഞ്ഞിട്ടും അവിടെ ഒരു ബോർഡുണ്ട്. അപ്പോൾ ആ ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്താൽ മതി ലെഫ്റ്റിലോട്ട്. ജസ്റ്റ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണക്ക് ഒരു സംഭവം കെട്ടിയിട്ടുണ്ട്, അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനൊക്കെ കൂളായിട്ട് നിൽക്കാനൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് ഒരു 5 മിനിറ്റ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നല്ല മനോഹരമായിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കണ്ടോ മരം ഇങ്ങനെ കൊട പിടിച്ച് നിൽക്കുന്നുണ്ടോ, തേയിലയ്ക്ക് ഇങ്ങനെ കൊട പിടിച്ച് നിൽക്കുന്നുണ്ടോ. അതുപോലെ ഇവിടെ ഒരു വലിയ മരം കണ്ടോ, കട പുഴക്കി വീണിട്ടും ആ മരത്തിൽ ഇങ്ങനെ ശിഖരങ്ങൾ കിടക്കുന്നുണ്ടോ, ഇലയിലൊക്കെ ഇപ്പോഴും ഇലകളൊക്കെ ഉണ്ടെന്ന് പറയാനത്. അപ്പം സമയം ഏകദേശം ഒരു 5:30 ആയി. ഇനി ഇവിടെ അധികം നിൽക്കുന്നില്ല. കാര്യം ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എലിഫൻസിൻ്റെ പ്രസൻസ് ഉള്ളൊരു ഏരിയയാണ്. ഒരുപാട് ആനകൾ എപ്പോഴും രാവും പകലും ഒന്നും ഇല്ലാതെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈവനിങ്ങിന് മുന്നേ തന്നെ ഇവിടെ എത്തിച്ചേരുക. സോ നമുക്ക് പതുക്കെ അങ്ങോട്ട് കയറാം. ആ മലയിലൊക്കെ ഇങ്ങനെ കോട വന്ന് പൊതഞ്ഞുണ്ടോ, പതുക്കെ ചലിച്ചാലോ. യെസ്, ദേ നമ്മൾ ചേരമ്പാടി ബംഗ്ലാവിലേക്ക് ടേൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു ചെറിയ വഴിയാണ് കേട്ടോ. ഈശ്വര, അതെ പണി പാളിന്നാണ് തോന്നുന്നത്. റോഡ് ഇവിടെ അവസാനിച്ചാണോ ഇനി അങ്ങോട്ട് വണ്ടി പോകുമെന്ന് അറിയത്തില്ല. അവിടെ ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കേ പതുക്കെ ഇറങ്ങി ചോദിക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. വിൻവർത്ത് ബംഗ്ലാവ് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വന്നാൽ മതി. അതെ, വീണ്ടും കൺഫ്യൂഷനായി. കാരണം ഇതൊക്കെ കണ്ടു ഇവിടെ കിളവിയിരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് പിടിച്ചോളൂ. ഇത് റെക്കോർഡ് ഇട്ടേക്കാണോ? ഓരോ യാത്രയും ഓരോ പുതിയ പുതിയ അനുഭവങ്ങളാണ് കേട്ടോ, ഓരോ പുതിയ പ്രതീക്ഷകളാണെന്ന് പറയാം നമ്മളെ കാത്തിരിക്കുന്നത്. കാരണം നമ്മൾ പോകുന്നത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിയാണല്ലോ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പുതുമ തരാനും ഒരു പുതിയ സൗന്ദര്യം നമ്മളിലേക്ക് തരാനും സാധിക്കും. അത്തരത്തിലുള്ള ഒരു യാത്ര തന്നെയാണ് ഇതും കേട്ടോ. അപ്പോൾ ചേരമ്പാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളവും തമിഴ്നാടും ചേരുന്ന, അല്ലെങ്കിൽ നാടുകാണിയും വയനാടും ചേരുന്ന ഒരു ബോർഡറാണ് ചേരമ്പാടി എന്ന് പറയുന്നത് കേട്ടോ. നാടുകാണിയിൽ നിന്നും അതുപോലെ ബത്തേരിയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 25 കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇതിന് ഇടയ്ക്കുള്ള ഒരു കിടു പ്ലേസാണ്. വയനാട് വരുന്നവർക്കും ഊട്ടി പോകുന്നവർക്കും ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണെന്ന് പറയാം ചേരമ്പാടി. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര തന്നെ പ്ലാൻ ചെയ്തത്. യെസ്, അറ്റ് ലാസ്റ്റ് ഇതേ നമ്മളിവിടെ എത്തിച്ചേർന്ന്. വന്നപ്പോൾ തന്നെ ഒന്നും പറയാനില്ല കേട്ടോ. ഓക്കെ, ഞാൻ എന്തിനാണ് ഇനി കൂടുതൽ സംസാരിക്കുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന, പുറകിൽ കാണുന്നുണ്ടോ, ഇതാണ് നമ്മൾ താമസിക്കുന്ന ബംഗ്ലാവ്, ചേരമ്പാടി ബംഗ്ലാവ്. ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ്. നമ്മളെ ഇവിടെ താമസിച്ച ഓർമ്മയുണ്ടോ, നമ്മളെ കോട്ടൺ ഹിൽ ബംഗ്ലാവില്ല, അതേപോലെ കേട്ടോ. ഇവിടെ നിന്ന് ഫുൾ ഒരു 360 വ്യൂ ആണ്. പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷനൊക്കെയാണ്. ഇപ്പോൾ ഒന്നും കാണാൻ വയ്യ കേട്ടോ. ഫുള്ള് ഇതേ കോട കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച മാത്രമേ ഉള്ളൂ. രാവിലെ ഇവിടെ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. പറ്റുമെങ്കിൽ നമുക്ക് രാവിലെ ഒന്ന് ക്ലൈമറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ ഡ്രോണൊക്കെ പറത്തി നോക്കിയാൽ പൊളി വിഷ്വലായിരിക്കും കേട്ടോ. അടിപൊളിയായിരിക്കും. ഭയങ്കര ഫീൽ കേട്ടോ. ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ വന്ന ഉടനെ തന്നെ നമ്മളൊന്ന് ചില്ലായെന്ന് പറയാം.
നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ക്ഷീണിച്ചൊക്കെ ഇടയ്ക്ക് വരുന്നല്ലേ, അവിടുത്തെ ട്രാഫിക്കും ചൂടും ഒക്കെ കൊണ്ടിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് കൂളായി. പതുക്കെ ഓരോരുത്തരായിട്ട് ഇറങ്ങണം കേട്ടോ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ കുറച്ച് പോയി. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ഇതിൻ്റെ പൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. യെസ് ചേട്ടാ, നമസ്കാരം. ആ, എവിടെ? കോഴിക്കോടാണോ? കോഴിക്കോടാണോ സ്ഥലം? ചേട്ടൻ്റെ സ്ഥലം? മൈസൂർക്കാരനാണോ? അപ്പം മലയാളമൊക്കെ അറിയോ? എല്ലാ ഭാഷയും അറിയാം. യെസ്, ഇതാണ് നമ്മുടെ ചേട്ടൻ കേട്ടോ. ചേട്ടനാണ് ഇവിടുത്തെ കേട്ടേക്കർ. യെസ്, പേര്? നഞ്ചൻ. വളരെ കുറച്ച് മധുരം വെച്ച്. നിനക്ക് എന്താ വേണം? വേണ്ടേ? ഇങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയാ. ഓ, പാർച്ചേക്കാൾ, അതായത് കോട്ടമലയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോട്ടൺ ഹിൽ ബംഗ്ലാവ് അതുപോലത്തെ ഒരു കിടിലൻ പ്രോപ്പർട്ടി കേട്ടോ. പഴയ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ വരുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാകും. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പ്രകൃതിയോട് ഇണങ്ങിയല്ലേ നിൽക്കുന്നത് ഈ കോട്ടേജ്. ഇങ്ങനെയുള്ള കോട്ടേജിലാണ് എനിക്ക് കൂടുതലും താമസിക്കാൻ ഇഷ്ടം കേട്ടോ. സോ നമുക്ക് പതുക്കെ അകത്തോട്ട് കയറിയാലോ. ഓ, യെസ്, നമ്മൾ ഫസ്റ്റ് കയറാൻ പോകുന്നത് കണ്ടോ എൻ്റെ അമ്മ, പഴയ ബ്രിട്ടീഷുകാരുടെ ലിവിങ് റൂമിലോട്ടാണ് നമ്മൾ കയറിയത്. 1 2 3 4 കാർട്ടൺസ്, 4 വിൻഡോസ്, 2 ഡോർ കേട്ടോ. ഓക്കെ, എൻ്റെ അമ്മ, ഇതിന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് കുറവായിരിക്കും. നാളെ ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റായിട്ട് കാണിക്കും, കാരണം ബോർ അടിക്കത്തേ ഇല്ല. ഇതൊക്കെ കണ്ടോ, കൺസ്ട്രക്ഷൻ കണ്ടോ. നമ്മളത് ഇവിടെ നിന്നാണ് ഇങ്ങനെ എൻട്രി ചെയ്യുന്നത്. ഇത് കണ്ടോ, 4 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം മുളയാണ് കണ്ടോ. ബെഡൊക്കെ കണ്ടോ, നല്ല വലിയ കോട്ടാണ്. ഇതാണ് വാഷ്റൂം. ഇതാണ് കിച്ചൺ കേട്ടോ. കിച്ചണിലോട്ടൊക്കെ നമ്മൾ വണ്ടി വിളിച്ച് വരേണ്ടി വരും കേട്ടോ, അത്രയ്ക്ക് ലോങ് ആണ്. ஹாய் அக்கா, எப்படி இருக்குங்க? நல்லா இருக்குங்களா? உங்கள் பேர் என்னங்க? பூங்காவனம். பூங்காவனம் ரொம்ப நல்ல പേരാ இருக்கு. യെസ്, ഇവിടെ ഒരു പൂച്ചയെ കൊണ്ട് കേട്ടോ. ഹായ്, പേരുണ്ടോ ഇതിന്? ഇല്ല, അതങ്ങനെ വന്ന് കൂടിയതാണ്. യെസ്, തീരുന്നില്ല കാഴ്ചകൾ, ഇവിടെ ഒന്നും തീരുന്നില്ല കേട്ടോ. ഇനിയുണ്ട് കാഴ്ചകൾ, ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ലെന്ന് പറയാം. ഇത് കാണാൻ തന്നെ നമുക്കൊരു വ്ളോഗ് ചെയ്യേണ്ടി വരും കേട്ടോ. ഹോം ടൂർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ബംഗ്ലാവ് ടൂർ എന്ന് നമുക്ക് ഒരെണ്ണം ചെയ്യേണ്ടി വരും. യെസ്, വീണ്ടും നമ്മൾ ഹോളിലോട്ട് കയറി. നീ എങ്ങോട്ടാണ്? വഴി തെറ്റി പോകും കേട്ടോ, അതാണ് പ്രശ്നം. ഗ്ലാസ്സുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ? യെസ്, നമ്മൾ രാവിലെ അടുത്ത അതിവിശാലമായ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നമ്മളെ സാധാ റൂമിന്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ആണ് കേട്ടോ. അത്രയ്ക്ക് വലിപ്പമുണ്ടെന്ന് പറയാം. എവിടെയും ക്യാമ്പുകളാണ് സെറ്റപ്പൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാരൊക്കെ എന്ത് ലാവിഷായിട്ടാണല്ലോ ജീവിച്ചിരുന്നത് ഇവിടെ. പൊളിയായിരുന്നു എന്ന് പറയാം അവരെയൊക്കെ കാലം അല്ലേ. ഓ, വാഷ്റൂമൊക്കെ നല്ല വലിയ വാഷ്റൂം കേട്ടോ. ഡോറിന്റെ വലിപ്പം കണ്ടോ, ഒരു ഡോറിന്റെ വലിപ്പമാണ്. ഓക്കെ, എനിക്ക് പഴയ മിന്നാർ സിനിമയൊക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അതിലെ ബംഗ്ലാവൊക്കെ ഇല്ലേ. നമുക്ക് രാത്രി പുറത്തോട്ടാണ് ഇറങ്ങാൻ പറ്റുമോ? രാത്രി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, ആണുണ്ടാവും. താഴുണ്ട്. പട്ടണം റോഡ് കൂടി കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തെങ്കിലും പ്രശ്നമായി പോകും. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാല് പിന്നെ നമ്മളെ കൊണ്ടുപോയി ഉള്ളിലിടും. രാത്രി നിക്കണ്ട കേട്ടാ, രാത്രി മുണ്ടാതെ കടക്കി. അല്ല, ഇവിടെ ഈ ചുറ്റുവട്ടത്ത് ചേട്ടൻ ഇവിടെ എന്തിനെ കണ്ടിട്ടുണ്ട്? ടൈഗറിനെ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട്. മറ്റേ ഇത് കരടി ഇതുവരെയൊക്കെ വന്നിട്ടുണ്ട്. മുമ്പില് പുലിയൊക്കെ വന്നിട്ടുണ്ട്. മുമ്പിൽ പുലി ഉണ്ടായിരുന്നു?
ഒരു ഗസ്റ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ഇവിടെ ഇരിക്കല്ലേ പുലിയൊക്കെ ഉള്ളതാണ്. കുറച്ചു നേരം ഇവര് കേൾക്കുന്നില്ല. ഭാര്യ ഭർത്താവ് കൂടി അവിടെ വന്നിട്ട് സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് നാം പറഞ്ഞ് ഇത് സെയിലോട്ടോ ചേട്ടാ എന്നിട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോ ഒരു മുള്ളമ്പന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. പുലി ഓട്ടി വരുന്നുണ്ട്. ശരി. കരടി സ്ഥിരം വരാറുണ്ടോ? കരടി ആഴ്ചക്ക് 1-2 ദിവസമൊക്കെ ഉണ്ടാവും. ആഴ്ചയില്? മൈ ഗോഡ്, കരടി ആഴ്ചയിൽ 1-2 ദിവസം ഉണ്ടാവുന്നതാണോ? വേസ്റ്റിലുണ്ടാവും. രാത്രി അങ്ങനെ ഉണ്ടെങ്കിൽ വിളിക്കാം, ചേട്ടനെ വിളിക്കാം. കൊറേ കാലമായി കരടിയൊക്കെ കണ്ടിട്ട്. ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടോ, ഫുള്ള് കരടിയും ആനയും മാനും മ്ലാവും ഒക്കെ ഉള്ള ഒരു കാട്ടിനകത്തെ ഒരു ബംഗ്ലാവിലാണ് നമ്മൾ താമസിക്കുന്നത്. ബംഗ്ലാവ് അടിപൊളിയാട്ടോ, അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്ട്രോങ് വോളൊക്കെയാണ്. സോ നൈസായിട്ട് നമുക്ക് ഒന്ന് പതുക്കെ പുറത്തോട്ടൊക്കെ നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കണ്ടാലായി കേട്ടോ. യെസ്, നമ്മളെ ഇവിടെ നിന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു രാത്രി ചിലപ്പോൾ ആനയൊക്കെ ഇതുവഴി ഇങ്ങനെ വെറുതെ പാസ് ചെയ്ത് പോകും, അതുകൊണ്ട് കാർ എടുത്ത് സേഫായിട്ട് അതിനകത്ത് ഇട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നൈസായിട്ട് അവിടെ ഒരു വലിയ കാർ പോർച്ച് ഉണ്ട്, അതിനകത്തോട്ട് ഇട്ടോ. അതൊക്കെ റിവേഴ്സ് വന്നോ? ഓ, ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നോക്കിയാൽ ഫുള്ള് കോടയാണ് കേട്ടോ. പോട്ടെ റിവേഴ്സ് വരട്ടെ. ഈ സൈഡ് ചേർന്ന് വരട്ടെ, ഇവിടെ കുറച്ച് വിറവുണ്ട്. ഓ, കോട പറക്കുന്നുണ്ടോ? ഫുള്ള് കോട പറക്കുന്നുണ്ടോ? അടിപൊളി. വാ കയറുക. അപ്പോൾ അടുത്ത ഡിന്നറിൻ്റെ സമയമായി. വൈകുന്നേരം ആയപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കയറിയുണ്ടെങ്കിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ വെച്ചു. യെസ്, നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു കേട്ടോ. ചിക്കൻ കറിയും ചപ്പാത്തിയാണ് നമ്മൾ നൈറ്റ് ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറി അടിച്ചിട്ട് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാം. അയ്യോ, തണുത്ത് വിറച്ചിട്ട് പോയി കേട്ടോ. ഇപ്പം മഞ്ഞിൻ്റെയോടൊപ്പം തന്നെ നല്ല ശക്തമായ കാറ്റെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മൾ ഉറങ്ങും. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വോയെ ഹോംസിൻ്റെ അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഈ ചേരമ്പാടി ബംഗ്ലാവ് എന്ന് പറയുന്നത്, വെൻവർത്ത് ബംഗ്ലാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഇവിടെ വന്ന് താമസിക്കാം. ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. കിഡു ആംബിയൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നല്ല ഒറ്റപ്പെട്ട ഒരു മലയുടെ മുകളിലാണ് ഈ കോട്ടേജ് ഇരിക്കുന്നതെന്ന് പറയാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ബുക്ക് ചെയ്യാനായിട്ട് വോയെ ഹോംസിൻ്റെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും ഇവിടെയും കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കണം ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും രണ്ടും ശബരി ദ ട്രാവലർ എന്നാണ്, അതും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത് ഇതുപോലെ ഒരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.